പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്നു. കർത്താവ്, 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയായി കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഈശോ ഇന്നീ പ്രാർത്ഥനയുടെ കുരിശിൻ്റെ ഒരു ആശീർവാദം കെട്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഞാനിപ്പോൾ പ്രധാനമായിട്ട് ഓർക്കുന്നത്. ഇന്നത്തെ യാത്രകളെല്ലാം ഞാൻ ആസ്വദിക്കുന്നു. നിൻ്റെ ഓരോ സംസാരവും നീ ആരോടൊക്കെ നിന്ന് സംസാരിച്ചാലും അതെല്ലാം നിനക്ക് അനുകൂലമായി വരാൻ ഞാൻ ആസ്വദിക്കുന്നു. നീ രേഖകൾ ഒപ്പിടുമ്പോഴേ കർത്താവിൻ്റെ ആശീർവാദം ഞാൻ നിനക്ക് നൽകുന്നു. നീ ഒരു പുസ്തകം വായിക്കുമ്പോഴേ, നീ എഴുതുമ്പോഴേ, നീ ഒരു രേഖ കൈമാറുന്നത് എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആസ്വദിക്കുന്നു. നീ ഇന്ന് ആശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഡോക്ടർ നിൻ്റെ വിഷയങ്ങളെല്ലാം കേൾക്കുകയും കൃത്യമായ മരുന്ന് നിനക്ക് നിശ്ചയിച്ച് തരികയും കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ നൽകുകയും നല്ല ഡയഗ്നോസിസ് നടക്കാൻ വേണ്ടി, ഷാർപ്പ് ഡയഗ്നോസിന് വേണ്ടി എല്ലാ രോഗികളെയും ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നീ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ കഴിക്കാമായിരിക്കും, പെട്ടെന്ന് കഴിക്കുമായിരിക്കും, സാരമില്ല. എങ്കിലും നീ ഓർത്താലും ഓർത്തില്ലേലും നീ ഇന്ന് കഴിക്കാൻ പോകുന്ന മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളെ, നീ ഇന്ന് കുടിക്കാൻ പോകുന്ന മുഴുവൻ പാനീയങ്ങളെ, ശുദ്ധവെള്ളം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഭയിലെ നോൻപ്, നമ്മളെല്ലാവരും നോൻപ് ജീവിതത്തിലാണ്. മറ്റേത് കാലഘട്ടങ്ങളെക്കാളും എല്ലാ സമൂഹങ്ങളിലും ഇപ്പോഴ് ഉടമ്പടി എടുത്ത് അനുതാപത്തോടെയും അനുരഞ്ജനത്തോടെയും ആത്മാഭിഷേകത്തോടെയും ജീവിക്കുന്ന ഒരു പുളിമാവ് പോലത്തെ ഒരു ചെറിയ ഘടകം ലോകം മുഴുവനുണ്ട്. ഇവർ ലോകത്തെ പൊളിപ്പിക്കുന്നുണ്ട് ശരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം സിംഗപ്പൂർ ധ്യാനം നടത്തിയപ്പോഴേ അവിടുത്തെ അച്ഛൻ, വികാരിച്ചൻ, മെജോച്ചൻ, ഞാൻ ചിക്കാഗോയിൽ ധ്യാനം നടത്തിയതിൻ്റെ വെളിച്ചത്തിലാണ്
എന്നെ വിളിച്ചത് ധ്യാനിപ്പിക്കാൻ. അതിന് കാരണം അച്ഛൻ്റെ ഇടവകയിൽ 45 കുടുംബങ്ങൾ ഉടമ്പടി എടുത്തവരുണ്ട്. ഉടമ്പടി എടുത്തവരുടെ ജീവിത രീതികളും അച്ഛൻ ഞങ്ങളിങ്ങോട്ട് പോരാൻ നേരത്ത് പറഞ്ഞത്, ഇനി ഉടമ്പടി ധ്യാനം കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, ഇനി ഞങ്ങളുടെ ബാധ്യത കൂടിയെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ ഉടമ്പടി ജീവിപ്പിക്കാനുള്ള ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, അത് ഇരട്ടിയായിരുന്നു. അച്ഛൻ നല്ല ഉത്തരവാദിത്തമുള്ള അച്ഛനാണ് സഭയോടും ദൈവജനത്തോടും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് അത് ശരിയുമാണ്. ശരിക്കും പറഞ്ഞത് ചില അച്ഛന്മാരുടെ കുമ്പസാരിക്കാൻ ചെല്ലുമ്പോൾ അവർ അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു വിടും. അവർക്ക് കുമ്പസാരിപ്പിക്കാൻ താല്പര്യമില്ലയോ അഭിഷേകം ഇല്ലാതിരിക്കുക എന്ത് വിഷയമാണ്, അതിന് ഉടമ്പടിയുടെ പുറത്തും അത് എടുത്തവരുടെ മേലും കുതിര കയറിക്കൊണ്ട് അവർ ഒഴിവാക്കും. പക്ഷേ ഈ അച്ഛനായി മെജോ അച്ഛൻ അങ്ങനെയല്ല. മെജോ അച്ഛൻ പറഞ്ഞത് ഞങ്ങളുടെ ബാധ്യത കൂടി ഇനി അത് ദൈവത്തോട് അടുത്ത് നിന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ജനങ്ങളെ വിശുദ്ധീകരിച്ച് ശക്തീകരിച്ച് ജനങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ കൂടെ സ്വർഗീയ ദർശനത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഇടവക വികാരിമാർ അങ്ങനെ പറയും. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അച്ഛനെയും മെജോ അച്ഛനെയും അവിടെ ഉടമ്പടി എടുത്ത് ജീവിച്ച ആൾക്കാരെ കണ്ടപ്പോഴാണ് ഇതൊരു നല്ല ജീവിത രീതിയാണല്ലോ എന്ന് മനസ്സിലാക്കിയത്. ഉടമ്പടി ഒരു ധ്യാനമല്ല, ഒരു ജീവിത രീതിയാണ്. ദൈവമായിട്ട് ഉടമ്പടി ജീവിക്കുക, അത് സുവിശേഷത്തിൻ്റെ ആദ്യകാലം മുതലേ ഉള്ളതാണ്. ഞാൻ ഈ വിഷയമെല്ലാം പറയുന്നതും ഡെയിലി ബ്രെഡെല്ലാം പറയുന്നതിൻ്റെ പിന്നിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചവർക്ക് എല്ലാ ദിവസവും ആത്മീയമായ ഭക്ഷണം കിട്ടുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. അല്ലാതെ ഉടമ്പടി എടുക്കാതെ കേൾക്കുന്നവർക്ക് ഉടമ്പടി എടുക്കാനുള്ള ഒരു കൊതിയും താല്പര്യവും ഉണ്ടാകണം. എന്താ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോയമ്പ് കാലത്ത് ചില മനുഷ്യർ നമ്മൾ ജീവിച്ചു വരുമ്പോൾ ഇങ്ങനെ ജീവിച്ചു വരത്തില്ലേ. അപ്പം ജീവിതത്തിൽ പല പല കാലാവസ്ഥകളും കുടുംബങ്ങളിലെ പല പല ന്യൂനമർദ്ദങ്ങളും ഒക്കെയാണല്ലോ. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ആത്മീയ ശൈത്യം ഉണ്ടാകും. കുളിരിൻ്റെ കാലം ഉണ്ടാകത്തില്ല, എത്ര പുതപ്പിട്ട് പുതച്ചാലും വിറച്ചുകൊണ്ടിരിക്കും. ആത്മീയ ശൈത്യങ്ങളുടെ കാലഘട്ടം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആത്മീയ ജീവിതത്തിൽ ആ ശൈത്യത്തെ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആത്മീയ പരിചരണം കിട്ടാത്തവരാണെങ്കിൽ ബാക്കിലായി പോകും. ചിലപ്പോൾ ചില പാപസാഹചര്യങ്ങൾ കൊണ്ട് ആൾക്കാർ ബാക്കിലായി പോകും. ഞാൻ ഈ ദിവസങ്ങളിൽ പള്ളിയിൽ പറയായിരുന്നു, അതായത് നോൻപെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്തയെന്ന് പറയണത്, നമ്മൾ ഇടവ പള്ളിയിലോട്ട് പോകുന്നു, അപ്പനും മക്കളും എല്ലാവരും കൂടി. അപ്പോൾ പലർക്കും നടക്കാനുള്ള ശേഷി പലതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ 3 വയസ്സുകാരും 4 വയസ്സുകാരും ഒക്കെ നമ്മുടെ കയ്യെപ്പിടി നടക്കുന്നുണ്ടെങ്കിൽ ചില സമയത്ത് അവർ പുറകിലായി പോകും. അവരതിൽ നിന്ന് കണ്ട് പൂ കണ്ടും പുഷ്പം കണ്ടുമൊക്കെ നിൽക്കണത്, കിള്ളാൻ നോക്കണത്, പൂ തുമ്പിയെ കണ്ട് അതിൻ്റെ പുറകെ വായുമ്പൊടുത്ത് നിൽക്കണൊക്കെയാണ് സംഭവം. പക്ഷെ അവർ പുറകിലായി പോകും. അപ്പോഴെന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ പുറകിലായിപ്പോയാൽ എന്ത് ചെയ്യും? മാതാപിതാക്കന്മാരവിടെ നിൽക്കും. ആ മക്കൾ സ്വന്തമായിട്ട് നടന്ന് അവിടെ ഒപ്പം എത്താൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യും സ്നേഹത്തോടെ. എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്ന നോൻപ് ദൈവം നിൽക്കണ ഒരു സമയമാണ്. അപ്പം നമ്മൾ പുറകിലായി പോയെങ്കിൽ നമുക്ക് സ്നേഹ പ്രവർത്തകളിലൂടെ, പുണ്യപ്രവർത്തികളിലൂടെ, സുവിശേഷ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് മുമ്പിൽ വരാൻ കഴിയണം. അത് നമ്മുടെ തന്നെ ഒരു ശ്രമമുണ്ട് അതിൻ്റെ അകത്ത്. അതുപോലെ ദൈവത്തിൻ്റെ ഒരു ശ്രമമുണ്ട്. അപ്പം അതല്ലേ നമ്മൾ പ്രഭാഷകൻ 33:16 ഒടുവിലാണ് ഞാൻ ഉണർന്നതെന്നൊക്കെ പറയത്തില്ലേ. പ്രഭാഷകൻ 33:16 ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലായി പോയ അനുതാപകാലത്തിലെ മുൻപ് കാലത്ത് ആത്മീയ ജീവിതത്തിൽ നമ്മളുടെ അസസ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ ആത്മീയ ജീവിതത്തിൽ പുറകിലായി പോയാൽ നമ്മൾ ശ്രമിക്കുന്നത് പോലെ തന്നെ ദൈവത്തിനൊരു പങ്കുണ്ടാവണം. എന്താണ്? നമ്മൾ ദൈവത്തോട്, കർത്താവേ എനിക്ക് കരകയറാൻ പറ്റണില്ല, എനിക്ക് ഈ നോൻപുകാലത്തിന് ചൈതന്യത്തിന് ഒപ്പം എത്താൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നെ മുന്നിലാക്കിയെന്നാണ് ഈ പ്രഭാഷകൻ പറയുന്നത്. അപ്പോൾ കർത്താവാണ് നമ്മളെ മുന്നിലാക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ അനുദപിക്കാനുള്ള അനുഗ്രഹം എന്ന് പറയുന്നത്. ആദിമസഭയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11:18 ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പൊ ദൈവം പ്രദാനം ചെയ്യും ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം. ഇപ്പൊ കലാപക്കുന്നവരെ പോലെ ഞാൻ പിന്നിലായി പോയി, കർത്താവ് എന്നെ അനുഗ്രഹിച്ച് എല്ലാവർക്കും മുന്നേ എത്താൻ സഹായിച്ചതാണ്. അപ്പൊ ഇൻ കേസ് അത്യാവശ്യ ജീവിതത്തിൽ നീ പുറകിലായി പോയി എങ്കിൽ നീ പ്രാർത്ഥനയിലെ
പരിശ്രമത്തിലെ, പ്രത്യാശയിലെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കർത്താവെ എന്നെ നോൻപിൻ്റെ അരൂപിയാൽ അഭിഷേകം ചെയ്യണമേ, നഷ്ടപ്പെട്ട ആധ്യാത്മിക ചൈതന്യം തിരിച്ചു പിടിക്കാൻ എന്നെ സഹായിക്കണമെന്ന് ചോദിച്ചാൽ, നീ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിനക്ക് ഒപ്പമെത്താൻ കഴിയും. എന്തുകൊണ്ടാണ് കുമ്പസാരത്തിലും പശ്ചാത്താപം തോന്നാത്തത്? നിങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ചും പീഡാനുഭവത്തെക്കുറിച്ചും നിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ടാണ് ക്രിസ്തു പീഡിതനായെന്ന് നമുക്കൊരു പശ്ചാത്താപം കിട്ടാത്തത് കൊണ്ടാണ്. ഒരു വ്യക്തിക്ക് പശ്ചാത്താപം കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് കുറ്റബോധം ഉണ്ടാകാം. പക്ഷേ ക്രിസ്തുവിനെ ചേർത്ത് നിൻ്റെ പാപത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ നിൻ്റെ പകരക്കാരനായി നിനക്ക് വേണ്ടി ഇനി ഡെലിവറായി നീ രക്ഷിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നിനക്ക് പശ്ചാത്താപം തോന്നുന്നത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയായിരിക്കാം നിനക്കുണ്ടാകുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ക്രിസ്തുവിന്റെ പീഡാനുഭവത്തെ ഓർത്തുകൊണ്ട്, പാപാവസ്ഥയ്ക്ക് വിടുതൽ നൽകിയവനെ ഓർത്തുകൊണ്ട് ദുഃഖം തോന്നണമേ, ആത്മസന്തോഷം നൽകണമേ, ആന്തരികമായ ദുഃഖം തോന്നണമേ, ദുഃഖം തോന്നണമേ. പരിശുദ്ധാത്മാവിനെ കിട്ടാൻ എന്താ മാർഗമെന്ന് അപ്പോസ്തലന്മാരോട് ജനങ്ങൾ ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ എന്താ മാർഗമെന്ന് പരിശുദ്ധാത്മാവാണ് പത്രോസിനെ പറഞ്ഞു കൊടുക്കുന്നത്. എന്താ പറഞ്ഞു കൊടുത്തത്? യു റിപ്പന്റ്, ദ ഹോളി സ്പിരിറ്റ് വിൽ ബി ഗിവൻ ടു യു. നിങ്ങൾ പശ്ചാത്തപിക്കട്ടെ, ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. ഒരു വ്യക്തി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞാൽ അവൻ്റെ ഉള്ളിലെ വിശ്വാസത്തിൻ്റെ സ്നാനമാണ് അവൻ സ്വീകരിക്കുന്നത്. ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ മനസ്സിലാക്കിയാൽ, അവൻ്റെ നിത്യതയിൽ വിശ്വസിച്ചാൽ, അവൻ്റെ പാപത്തിന് പരിഹാരമായി യേശുക്രിസ്തു ചെയ്തുവെന്ന് അവൻ കേട്ടറിഞ്ഞാൽ, അങ്ങനെ ലോകത്തിൽ ഇന്നുവരെ ആരും ചെയ്തിട്ടില്ല. ഒരുപക്ഷെ നീതിമാനായ മനുഷ്യന് വേണ്ടി ഒരാൾ അങ്ങനെ ചെയ്തെന്ന് വരാം, പക്ഷെ പാപികളായ മക്കൾക്ക് വേണ്ടി ആരും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ പാപികളായിരിക്കെ നമ്മുടെ പാപങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തപ്പോൾ അവൻ്റെ പരിഹാര മാർഗങ്ങളാൽ ആണ് അവൻ്റെ പീഡാനുഭവത്താലാണ് നമ്മുടെ പാപങ്ങൾ നമ്മൾ നീതീകരിക്കപ്പെട്ടെങ്കിൽ അതിനാണ് രക്ഷ എന്ന് പറയുന്നത്. അത് നൽകിയത് ദൈവത്തിൻ്റെ സ്നേഹമാണെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിന്റെ ദാനമാണ് ആ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കുമ്പോൾ നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ്. ശ്രുതികട്ടെ, ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പത്രോസിനോട് ചോദിച്ചപ്പോൾ പത്രോസ് പറയുന്ന മറുപടിയിലാണ് സഭ ജനിച്ചത്, നിത്യത ഈ ഭൂമിയിലെ എന്നും ജനകോടികൾ അവകാശമാക്കിയത്. പ്രവർത്തനങ്ങൾ 2:38. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അവന്റെ നാമത്തിൽ പശ്ചാത്താപം വരുന്നത് അവന്റെ നാമത്തിലാണ്. അവന്റെ നാമത്തിൽ തന്നെയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുന്നത്. ഇതൊരു പെന്തക്കോസ്ത അനുഭവ ഉടമ്പടി ധ്യാനമാണ്. ഉടമ്പടിയാണ് ഏറ്റവും വലുത്, പരിശുദ്ധാത്മാവ് സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയ നടപടിക്രമമെന്ന് പറയും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടിയിൽ ഒരേ സമയം തന്നെ അതൊരു പ്രാർത്ഥനാ രീതി മാത്രമല്ല, പിന്നെന്താണ്, അതൊരു സുവിശേഷ കൈമാറ്റ രീതിയാണ്. സുവിശേഷ കൈമാറ്റം എന്ന ക്രിസ്തുവിൻ്റെ കൈമാറ്റ രീതിയാണ്. നിങ്ങൾ കൃപാസനം പത്രം കൊടുക്കുന്നതും ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നതും ഉടമ്പടിയെക്കുറിച്ച് പറയുന്നതും ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനം നടക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് കൃപാസനത്തിൻ്റെ യൂട്യൂബുണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്കുണ്ട്, അതുകൊണ്ട് 13 ലക്ഷത്തോളം. പക്ഷേ അതേസമയം തന്നെ പത്രമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനം നടക്കുന്നത് ഏത് വഴിയാണ്? മൗത്താണ്. നിങ്ങൾ ഓരോരുത്തരും സുവിശേഷമാകുകയാണ്. എന്തെങ്കിലും കട്ടപ്പാടൊരു മലയാളിക്കുണ്ടെങ്കിൽ അടുത്ത മലയാളിയോട് സംസാരിച്ചാൽ ഉടനെ പറയും നീ ഉടമ്പടി എടുക്കാൻ പറയും. എന്താ കാര്യം? മൗത്താണ്. അപ്പം നിങ്ങളെല്ലാവരും കർത്താവ്, അപ്പം നിങ്ങൾ അറിയണം നിങ്ങൾ എന്താ ചെയ്യണമെന്ന്. നിങ്ങളൊരു വേദനപ്പെട്ട ഒരു മനുഷ്യൻ അവൻ്റെ കഷ്ടപ്പാട് നിന്നോട് സംസാരിച്ചാൽ, ഇന്ന് അവന് ഉണ്ണാൻ കൊടുക്കാനില്ലെങ്കിലും ഊട്ടുശാല കാണിച്ചു കൊടുക്കാനുള്ള ഒരു അടയാളം ദൈവം സ്ഥാപിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അവർ നിങ്ങൾ ഉടമ്പടിയെക്കുറിച്ച് സംസാരിക്കും, നിങ്ങൾ കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കും. പക്ഷേ എന്താണ് ദൈവം നമ്മളെ സഹായിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ 10,000 സാക്ഷ്യങ്ങളാണ് ഉള്ളത്. നമ്മുടെ ഈസിയല്ലേ സുവിശേഷം കൈമാറ്റം ഏറ്റവും എളുപ്പമായി. നിങ്ങളത് ദൈവസ്നേഹത്തോടെ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ നാത്തൂനാണ്, ആൻറ്റിയാണ്, അത് കൊച്ചാപ്പനാണ്, അയൽവാസിയാണെന്ന് പറഞ്ഞുകൊണ്ട് പറയണതല്ല. ആശ്വാസം കൊടുക്കാൻ വേണ്ടി, തൽക്കാലം തടിതപ്പാൻ വേണ്ടി ആരെങ്കിലും പെടക്ക് ചാരി വെക്കണ പോലെ കൃപാസനത്തെക്കുറിച്ച് പറയരുത്. മറിച്ച് നിങ്ങൾ ദൈവസ്നേഹത്തോടെ പറയണം. എന്തിനാണ്? ഞാൻ പ്രാർത്ഥിക്കണം ആ വ്യക്തിക്ക് വേണ്ടി. എന്താണ്? അമ്മേ, പരിശുദ്ധ അമ്മേ, ഞാൻ ഊട്ടുശാല കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവരവിടെ ചെല്ലുമ്പോൾ അമ്മ നീ അവളെ സഹായിക്കണം, അവരെ നിലനിർത്തി കൊടുക്കണം. അപ്പോൾ അവർ നിന്നെ വിശ്വസിക്കുകയും നീ നേടിയെടുത്ത രക്ഷ, നിൻ്റെ രക്തത്തിൻ്റെ വില അവരും അനുഭവിക്കും. അങ്ങനെ നിൻ്റെ രക്തവും ഞങ്ങളുടെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടും. നമ്മുടെ വിശ്വാസത്താൽ
തിരിച്ചൊരു നീതീകരണമുണ്ട്. കർത്താവിൻ്റെ പീഡാനുഭവങ്ങളാൽ ദൈവം നീതീകരിക്കപ്പെടുന്നു. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ അതായത് യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തെ അംഗീകരിച്ച് അവന്റെ തിരുമണത്തെ വിശ്വസിച്ച് ഉയർപ്പിൽ തിരുമണത്തെ പ്രഖ്യാപിച്ച് എന്താ പ്രഖ്യാപിക്കണത്? ക്രിസ്തു എനിക്ക് പകരക്കാരനായി മരിച്ചു എന്ന് ഞാൻ പ്രഖ്യാപിക്കണത്. അപ്പോൾ എൻ്റെ പാപത്തിന് പരിഹാരം അവൻ ചെയ്തു എന്ന് ഞാൻ പ്രഖ്യാപിക്കും. അതാ മരണത്തെ പ്രഖ്യാപിക്കണമെന്ന് പറയണം. അപ്പോഴെന്ത് ചെയ്യും? അവൻ ഉയർപ്പിൽ വിശ്വസിക്കുന്നു. എന്താണ്? അവൻ്റെ മരണത്തിൽ പിതാവായ ദൈവം മഹത്വപ്പെട്ടിരിക്കുന്നു. പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം അവൻ നിറവേറ്റിയിരിക്കുന്നു. ഇതാ ഞാൻ വരുന്നു, അങ്ങനെ ഇഷ്ടം നിറവേറ്റുകയാണ്. എൻ്റെ സന്തോഷം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ സന്തോഷം കുരിശുമരണമാണെന്ന് ബൈബിൾ രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഫലമായി ലഭിക്കുന്നത് വിടുതലും പാപമോചനവും നിത്യജീവിതവുമാണ്. കൈയിട്ടിച്ച് കർത്താവിനെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ ആത്മാവാണ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കാലാവസ്ഥയിലും ക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. മനുഷ്യൻ്റെ ആത്മാവ് പ്രവർത്തിക്കത്തില്ല, ബോധം കെട്ട് പോകും. അതല്ലേ ഇപ്പോൾ ലിസി കോഴിക്കോട് നിന്ന് കടക്കാർ അവരുടെ കടയില്ലേ, ലിസി കോഴിക്കോട് സാക്ഷ്യത്തിൽ എന്താ പറയുന്നത്? അവരുടെ കാശ് നഷ്ടപ്പെട്ടു. അവർ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഈ പ്ലാസ്റ്റിക് പേപ്പർ വാഴലയും അതുപോലെ തന്നെ മെഴുകുതിരിക്ക് തിരിയും ഒക്കെ അസംസ്കൃത പദാർത്ഥങ്ങൾ, പിന്നെ കൂടുകളൊക്കെ ഉണ്ടാക്കാനുള്ള ചെറിയ കിട വ്യവസായമാണ്. അപ്പോൾ അത് പൈസയും കൊണ്ട് പോയപ്പോൾ അത് നഷ്ടപ്പെട്ടു. പിന്നെ അവർ കടം വാങ്ങിച്ചാണ് ഇവിടെ നാട്ടിൽ ഈ സാധനം കൊണ്ട് എത്തിയത്. പക്ഷെ അവർ പറയുന്നൊരു വാക്കുണ്ട്. അവർ പറയുന്നൊരു വാക്ക് എനിക്കൊരു അബദ്ധം പറ്റിയെന്നാണ് പറയണത്. എന്താണ് അബദ്ധം പറ്റിയത്? ഞാനങ്ങനെ കൂളായിട്ട് ഒറ്റക്ക് ജോലി ചെയ്ത് പോവുകയായിരുന്നു. തിരി ഉണ്ടാക്കും, പേപ്പർ കൂടുണ്ടാക്കും, പേപ്പർ വാഴല കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യും, അത് എൻ്റെ വിതരണം നടത്തും. അങ്ങനെ ഒരു എൻ്റർപ്രണറായിട്ട് വർക്ക് ചെയ്യാൻ. അപ്പോൾ അവർക്ക് പെട്ടെന്നൊരു അതിബുദ്ധി തോന്നി. അങ്ങനെ തന്നെ അവർ പറയണത് അതിബുദ്ധി എന്ന് വെച്ചാൽ അവർ പറഞ്ഞത് ഇത് എൻ്റെ ബിസിനസ് ഒന്ന് ഡെവലപ്പ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? പരിശുദ്ധാത്മാവാണ് ഈ സബ്ജക്റ്റ്, ശ്രദ്ധിക്കണം. പക്ഷേ നമുക്ക് ഇങ്ങനെ കാറ്റഗറിക്കലായിട്ട് മാത്രം തിയറട്ടിക്കലായിട്ട് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഡൗൺ ടു എർത്ത് എപ്പോഴും ആധ്യാത്മിക ഭൗതിക മേഖലകളിൽ ഇത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യണമെന്ന് അറിയണം. അപ്പോൾ അവർക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ അവർക്ക് എല്ലാം ഉണ്ടായി, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് എന്താ വിചാരിച്ചു? എനിക്കൊരു അതിബുദ്ധി തോന്നിയെന്നാണ്. അതിബുദ്ധി തോന്നിയെന്താണ്? എനിക്ക് കുറച്ച് മെഷീനറിയൊക്കെ കൂടി വാങ്ങിച്ചാൽ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ അകത്ത് ഷെയർ ഹോൾഡേഴ്സിനെ ചേർത്തതിൻ്റെ അകത്ത് അതാണ് സംഭവം. അതിനവൾ പറയണത് എനിക്കൊരു അതിബുദ്ധി തോന്നി, അതാണ് എൻ്റെ അബദ്ധം പറ്റിപ്പോയെന്നാണ്. അവസാനം ഇവളുടെ കയ്യിൽ നിന്ന് കാശ് പോയി കഴിഞ്ഞപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കച്ചവടവും ഫാക്ടറിയും ഒക്കെ അവിടെ എഴുതി കൊടുക്കേണ്ടി വന്നു. ഇവർ നയ പൈസയില്ല, കണ്ണീരോടെ ഇറങ്ങേണ്ടി വന്നു. അവിടെ വീട്ടിൽ വന്ന് താമസിച്ചപ്പോൾ വീട്ടിൽ അമ്മായിയമ്മയും ഭർത്താവും കൂടി ഇവരെ പുറത്താക്കി, ഭക്ഷണം കൊടുക്കാതെ. അങ്ങനെയാണ് അവർ ആത്മഹത്യ ചെയ്യാൻ പോയത്. ഒരു മനുഷ്യൻ തീർന്നു വരണം കണ്ടില്ലേ? ഒരു നിമിഷത്തെ ഒരു ചെറിയൊരു ചാഞ്ചല്യം, ബുദ്ധിപരമായ ഒരു ചെറിയ ചാഞ്ചല്യം. ഈ ചാഞ്ചല്യം ഉണ്ടായാൽ നമ്മൾ നേടിയതെല്ലാം ആരുടെയെങ്കിലും ആയിപ്പോവും. ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ നേടിയതെല്ലാം ആരുടേതാകും? ടേക്ക് ദ ബെഡ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഈശോ ചോദിക്കണം, ഫോഷ ഈ രാത്രി നിന്റെ ജീവൻ എടുക്കുന്ന പക്ഷം നീ നേടിയതെല്ലാം ആരുടേതാകും? ലൂക്ക 12:20. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഘോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാവും? ആത്മാവ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു പോകും. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്താണ്? ആത്മാവിൻ്റെ ചേഞ്ചിങ് ആണ്. ഈ ആത്മാവിൻ്റെ ചേഞ്ചിങ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം, ഉടമ്പടിക്കാർ പ്രത്യേകിച്ച്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ചേഞ്ചിങ് നമുക്ക് തരുന്ന 2 ഫാക്കൽറ്റിക്കാണ് സംരക്ഷണം തരുന്നത്. നമുക്ക് 2 ഫാക്കൽറ്റി ഉണ്ടല്ലേ? എന്തൊക്കെയാണ്? ഹാർട്ട്, വില്ല് അല്ലേ, മനസ്സ്, പിന്നെ എന്താണ്? ചിന്ത. ഈ 2 ഫാക്കൽറ്റി ഉണ്ടല്ലോ നമ്മൾ വർക്കൗട്ട് ചെയ്യണത്. ഇതിൽ തിയറി ഉണ്ടാക്കുന്നു, ഇത് പ്രാക്ടിക്കലിൻ്റെ ആണ്. ഇത് തിയറി ഉണ്ടാക്കും, സിദ്ധാന്തങ്ങളുണ്ടാക്കും, തിയറികളെ പ്ലാനുകളുണ്ടാക്കും, പ്ലാനുകളും പദ്ധതികളും ഉണ്ടാക്കുന്ന ബ്രെയിനും കൊണ്ടാണ്. പക്ഷേ പ്രയോഗിക്കണം എവിടെയാണ്? ഇച്ഛാശക്തി എവിടെയാണ്? ഹാർട്ടിലാണ്. 2 ഫാക്കൽറ്റിയാണ് വർക്ക് ചെയ്യണത്. ഈ 2 ഫാക്കൽറ്റിക്കും പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം ഉണ്ടാവും. ഇവിടുന്ന് ആത്മാവ് എടുക്കപ്പെട്ടാൽ ഇതുണ്ടാക്കണ എല്ലാം കണ്ടുകൊണ്ടുപോകും. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണമെന്ന് പൗലോസ് പറയുന്നുണ്ട്.
ഫിലിപ്പിയർ 4:6 ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, എപ്പോഴും സന്തോഷിച്ചിരിക്കുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഫിലിപ്പി 4:6 ഫിലിപ്പിയർ 4:6 ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അപ്പോൾ ദൈവത്തിന്റെ സമാധാനം എന്നവിടെ പറയുമ്പോഴേ ശരിക്കും പറഞ്ഞ സമാധാനം ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് എൻ്റെ അർത്ഥം. സമാധാനം അവിടെ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ് 5:19. ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ 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 ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ഗലാത്യ 5:22 എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇതാണ് ഉടമ്പടിയുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഉടമ്പടി ഫലങ്ങളോട് കണക്റ്റഡ് ആണ്. അതായത് ഉടമ്പടി എടുക്കുന്ന ആള് പിന്നെ ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടരുത്. അതാണ് ഫിലിപ്പിയർ 4:6 പറയണത്. ഉടമ്പടി എടുക്കുന്നവർ ഉടമ്പടി ദൈവമായിട്ട് ബയലാറ്ററൽ എഗ്രിമെൻ്റ് ആയില്ലേ. അതാണ് ചിലർ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് ധൈര്യം തോന്നിയെന്ന് പറഞ്ഞില്ലേ. ധൈര്യം മാത്രമല്ല, സമാധാനം തോന്നും. ധൈര്യവും സമാധാനവും ആരുടെ, അതായത് ഗലാത്യർ 5:22 അനുസരിച്ചുകൊണ്ട് ധൈര്യവും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. ദാറ്റ് മീൻസ് വെൻ യു ഹാവ് ടേക്കൻ ദ കവനന്റ് യു ഫീൽ ദ ഹോളി സ്പിരിറ്റ്, ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഗിവൺ ടു യു. അതായത് നീ പരിശുദ്ധാത്മാവിനെ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ധൈര്യമോ സമാധാനം തോന്നിയാൽ യു ആർ ഇൻസ്പിരിറ്റഡ്, നിങ്ങൾ സ്പിരിറ്റിലായെന്ന അർത്ഥം. കാര്യം പിന്നെ എന്താ പ്രശ്നം? പിന്നെ ദൈവ എന്താ വചനം പറയുന്നതാണ്, നിങ്ങൾ ഫിലിപ്പിയർ 4:19 ഗലാത്യർ 5:22 പറയും, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും പിന്നെ ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ കാരണത്? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. പിന്നെ എന്താണ്? ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണം. പിന്നെ എന്താ പറയണത്? എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ട് കൃതജ്ഞത പ്രകാശിപ്പിക്കണം. അപ്പോൾ ദൈവം കാര്യങ്ങൾ, നല്ല കാര്യങ്ങളും മോശ കാര്യങ്ങളും തിരിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ ഇന്ന് കുർബാനയ്ക്ക് പറഞ്ഞില്ലേ ഇല്ല, ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടാണ്, സിവിയർ കിഡ്നി പേഷ്യൻ്റ് എന്നാണ് എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട്. എത്ര കൊല്ലമായി? കുറേ കൊല്ലമായി. ഇത് ഞാൻ സുന്ദരമായിട്ട് കർത്താവിൻ്റെ പേരെ ചെയ്യുന്നുണ്ട്. ഒരു 200 പേരെ വെച്ച് ഒരു ദിവസം കാണുന്നുണ്ട്. എല്ലാ ജോലി എത്രയോ ജോലിയുണ്ട്, പുറത്ത് പോകുന്നുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, എല്ലാം. ഡയറ്റ് ആണെങ്കിൽ നിങ്ങളെ ഒരു ഭയങ്കര സിവിയർ ഡയറ്റാണ്. ഇതൊന്നും പ്രശ്നമല്ല. അതായത് നമ്മൾ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷയം, എപ്പോഴും സന്തോഷിച്ചിരിക്കുക, ഇടവില്ലാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ട് കൃതജ്ഞത, നമ്മുടെ രോഗങ്ങളെ ഓർത്തുകൊണ്ട് കൃതജ്ഞത പ്രകാശിപ്പിക്കണം. ബൈബിൾ മാത്രമേ അങ്ങനെ പറയത്തുള്ളൂ. കാര്യം ബൈബിൾ സത്യവേദ പുസ്തകമല്ലേ, അതുകൊണ്ട് സത്യമേ പറയത്തുള്ളൂ. കാര്യം നിനക്കൊരു പരാജയം വന്നു, ഇപ്പോൾ ആ പരാജയം വന്നാലും, ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ഒരിക്കൽ പറഞ്ഞില്ലേ, കോവിഡ് വന്ന് ഈ കിഡ്നി രോഗമുള്ള എനിക്ക് കോവിഡും തന്ന്, ഇതെല്ലാം ആൾ തന്നെ. എനിക്ക് പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ അടുത്ത് നിന്നാണ് ഞാൻ ജോലി ചെയ്യണത്. അപ്പോൾ ഈ ജോലി ചെയ്യുമ്പോൾ എന്നെ ഇതിൽ നിന്നൊക്കെ മാറ്റണമെന്ന് ഞാൻ പറയുമോ? ഞാൻ പറയത്തില്ല. എന്താ കാര്യം? ഞാൻ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നത് കുരിശുരൂപത്തിലാണ്. അപ്പോൾ അതിൻ്റെ പങ്കാളിക്ക് മാത്രമേ കുരിശിനെ പ്രഘോഷിക്കാൻ പറ്റത്തുള്ളൂ. മാറി നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് കൂലി വേലക്കാരനാകും. ഞാൻ കൂലി വേലക്കാരനല്ല, ഞാൻ സ്വന്തമായിട്ട് വീട്ടുകാരനായിട്ടാണ് സുവിശേഷ വേല ചെയ്യണത്. അതെനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് കിട്ടുന്ന പീഡാനുഭവങ്ങൾ ഓർത്ത് ഞാൻ വിഷമിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ സമർപ്പിക്കും എന്നാൽ പറ്റും? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ക്ലിയർ അല്ലേ? അത് പൗലോസ്, അതാണ് വി ആർ ഫോളോയിങ് അപ്പോസ്തലിക് സ്പിരിച്വാലിറ്റി. അപ്പോസ്തലിക് സ്പിരിച്വാലിറ്റി ഒരു കുഴപ്പമുണ്ട്, അത് മരിയനല്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കൃപാസനം ഫോളോ ചെയ്യണത് അപ്പോസ്തലിക് സ്പിരിച്വാലിറ്റി ഫ്രം മരിയൻ സ്പിരിച്വാലിറ്റിയാണ്. കാര്യം അപ്പോസ്തലന്മാർക്ക് ഇല്ലാതിരുന്ന ഒരു കൃപയുള്ളത്, അവർക്ക് മരിയനെക്കുറിച്ച് അത്രയും പിടിപാടില്ലായിരുന്നു. മരിയൻ റെഫറൻസ് കുറവല്ലേ, നടപടി പുസ്തകങ്ങളൊക്കെ മരിയൻ റെഫറൻസ് കുറവാണ്. ആ അപ്പോസ്തലിക് സ്പിരിച്വാലിറ്റിയുടെ കൂടെയാണ് അപ്രതിരോധ്യമായ മരിയൻ സ്പിരിച്വാലിറ്റി കൂടി വരുമ്പോഴാണ് ഉടമ്പടി നിന്ന് ജ്വലിക്കണത്. ഈ ആത്മഹത്യ ചെയ്യാൻ വേണ്ട സ്ത്രീക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? പിന്നീട് അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ അമ്മ എന്താ ചെയ്തിരിക്കുന്നത്? അമ്മ പതുക്കെ അവൻ്റെ മക്കളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിത്തിൻ നോ ടൈം 3 മാസത്തിനുള്ളിൽ അവർ പഴയ പവറിലേക്ക് തിരിച്ചു വരും. അപ്പോൾ നീ ഒന്നും നഷ്ടപ്പെട്ടു പോയി, തകർന്നു പോയി എന്ന് പറയരുത്. നീ എന്ത് നഷ്ടപ്പെട്ടാലും നിൻ്റെ കയ്യിൽ നിന്ന് ഈശോയും അമ്മയും പോകാതിരുന്നാൽ മതി. അപ്പോൾ പരിശുദ്ധാത്മാവ് നിത്യം കുടികൊള്ളുകയും ചെയ്യും. പിന്നെ എന്താ അവർ പറഞ്ഞ കാര്യം എന്താ? എനിക്കൊരു മണ്ടത്തരം പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളെ ഫിലിപ്പിയർ വായിച്ചില്ലേ? എന്താണ്? ഫിലിപ്പിയർ 4:6 വായിച്ചില്ലേ? എന്താ വായിച്ചത്? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ, പിന്നെ എന്താണ്? ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവാൻ, എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ട്
ഹൃദയം പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ധാരണകളെ അതിലേക്കിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ചിന്തകളെ, ഹൃദയത്തെയും കർത്താവ് യേശു ക്രിസ്തു കാത്തുകൊള്ളും. അപ്പോൾ നമ്മുടെ ചിന്തയ്ക്കും അതുപോലെ തന്നെ നമ്മളുടെ ചിന്തയ്ക്കും നമ്മുടെ ഹൃദയത്തിനും, രണ്ട് ഫാക്കൽറ്റിക്കും ദൈവത്തിൻ്റെ സംരക്ഷണം വേണം. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്പിരിറ്റ് ഡീവിയേറ്റ് ചെയ്യുമെന്ന് പറയണം. പറയരുത്. ഉടമ്പടി എടുത്തിട്ട്, ഇപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ നാളെ ആത്മാവിൽ എടുത്തിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ കടക്കാരെ കാണുമ്പോൾ നിങ്ങൾ വേറെ വല്ല അരുവി ഉണ്ടാക്കരുത്. മേടിക്കാമെങ്കിൽ മേടിക്കട, നിന്റെ തന്തോട് മേടിക്കട എന്നൊക്കെ പറഞ്ഞാൽ പണിയാവും. മനസ്സിലായി? ഉടമ്പടിക്കൊരു ജീവിത രീതിയുണ്ട്. ഉടമ്പടി ദാഠ്യത്തിൻ്റെയും തോന്നിവാസത്തിൻ്റെയും അരുവിയല്ല നിങ്ങൾ സ്വീകരിച്ചത്. എന്തിൻ്റെ അരുവിയാണെന്ന് പറയും. റോമ 8:15 നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. കൈക്കൊണ്ടിരിക്കുന്ന ആത്മാവ് എന്താണെന്ന് അറിയണം. അല്ല ദേഷ്യത്തിൻ്റെയും അതുപോലെ തന്നെ അശുദ്ധിയുടെയും അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ആ വിശുദ്ധ ജീവിതം തുടരുകയാണ് നമ്മൾ. പിന്നെ എന്ത് കടക്കാരും, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷി ഉണ്ടായത് ബേബി മിനി യോഹന്നാൻ, ഡൽഹിയിൽ നിന്ന്. മിനി യോഹന്നാൻ്റെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. ഹസ്ബൻഡിന് 2-3 ദിവസം രോഗങ്ങളാണ്, തൈറോയിഡ്, ഷുഗർ, ജോലിക്ക് പോകാൻ പറ്റണില്ല. അവളാണെങ്കിൽ കഷ്ടപ്പെട്ടിട്ട് ഡൽഹി 13 വർഷം വാടക താമസിക്കുക. എന്നിട്ട് അതിന് വാടക അടക്കാൻ പറ്റാതെ വരുന്നിട്ട് അവരൊന്ന് ഇണ്ടി വന്ന് ഇവർ തന്തക്ക് വിളിക്കുക, ഇറങ്ങിപ്പോകുന്നൊക്കെ പറയും. പക്ഷേ അവർ പറഞ്ഞ കോവിഡ് കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ നുണ പറഞ്ഞത് കോവിഡ് കാലത്താണ്. എന്താണ്? കടക്കാർ, എൻ്റെ വീട്ടിൽ ആരും വരാറില്ല, വന്നവരെല്ലാം കടക്കാരാണെന്ന്. എനിക്ക് ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ അടുത്തിട്ട് എൻ്റെ വീട്ടിൽ ആരും വരാറില്ല. ആരെങ്കിലും വന്നാൽ അയാൾ എൻ്റെ കടക്കാരനായിരിക്കും. അയാൾ പറയുന്ന വർത്തമാനങ്ങൾ സഹിക്കാൻ പറ്റാത്ത വർത്തമാനമാണ് എന്നോട് പറയണത്. മനുഷ്യന്മാർ ഇങ്ങനെ ജീവിക്കണം, ഓർക്കണം. ഇങ്ങനെ ജീവിക്കുന്നവരുടെ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം. ഇങ്ങനെ ജീവിക്കുന്നവരുടെ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം. എന്തിനാണ് സാക്ഷ്യം കേൾക്കണത്? നിങ്ങളുടെ സംശയന്മാരാണ് സാക്ഷ്യം കേൾക്കുന്നത്. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പോയിട്ട് യോഹന്നാൻ അറിയിക്കുക. ഈശോ പറഞ്ഞില്ലേ, മത്തായി 11:4 യേശു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക. എന്താണ് അറിയിക്കേണ്ടത്? അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഉടമ്പടി എടുത്ത വ്യക്തികളെ എന്താ കൈമാറേണ്ടത്? കേൾക്കുന്നതും കാണുന്നതുമാണ്. എന്താണത്? സാക്ഷ്യമാണ് കൈമാറേണ്ടത്. അത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരു സാക്ഷ്യം പോലും ഷെയർ ചെയ്യാത്ത ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്ക് 0 റിസൾട്ടാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബുദ്ധിയും ബോധവും ഇല്ലാത്ത വന്ന് ഉടമ്പടി എടുക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. കാരണം ഇത് കുറച്ച് ബുദ്ധിയും ബോധവും വിവേകവും ഒക്കെ ഉള്ള ആൾക്കാർക്കുള്ളതാണ്. ചുമ്മാ വല്ല പത്തികാലം പാടി നടക്കുന്ന ആൾക്കാർക്ക് ഉടമ്പടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് ശരിക്കും നല്ല ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ളതാണ്. ഇതെന്താ സംഭവം? ഇപ്പോൾ യോഹന്നാൻ എന്താ, ഈ യോഹന്നാനെ അറിയിക്കാൻ പറഞ്ഞ എന്താണ്? അയാൾ ദിവ്യപുരുഷനായതുകൊണ്ടൊന്നും മാത്രമല്ല, അയാൾ അറിയിക്കാൻ പറഞ്ഞാൽ സംശയമാണ്. അതാണ് പ്രശ്നം. അയാൾക്ക് ക്രിസ്തുവിൽ സംശയം പോരെ. വലിയ ആനക്കാരിയൊക്കെ പറഞ്ഞ പാർട്ടിയാണ്. ആരാണ്? യോഹന്നാൻ മാന്താന വലിയ ആനക്കാര്യം പറഞ്ഞ ആൾക്കാരാണ്. എന്താ പറഞ്ഞത്? ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നൊക്കെ പറഞ്ഞ ഈ കക്ഷിയാണ്, പണ്ട് പറഞ്ഞതാണ്. ഇപ്പോൾ ജയിലിൽ കിടക്കുമ്പോൾ ജപജപാടിക്കുകയാണ്. എല്ലാവരുടെയും പ്രശ്നം ഇതാണ്. വലിയ ഇതാ ഇതൊക്കെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 1:9, 1:29 ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. 1:29 യോഹന്നാൻ 1:29. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പോരെ, ഇങ്ങനെ പറഞ്ഞ ആളാണ് യേശു. രക്ഷകനാണെന്ന് പറഞ്ഞ ആളാണ്. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കുഞ്ഞാടിൻ്റെ ബലിയർപ്പണത്തിലൂടെയാണ് യഹൂദൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടപ്പോൾ അത് മനുഷ്യൻ്റെ കുഞ്ഞാടായിരുന്നു. ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്, മനുഷ്യരാശിയുടെ പാപങ്ങളാണ് മോചിക്കപ്പെടുന്നതെന്ന് ലോകത്തെ പരിചയപ്പെടുത്തി കൊടുത്ത ആളാണ് യോഹന്നാൻ. പക്ഷേ അങ്ങേരെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞപ്പോൾ അങ്ങയുടെ വിശ്വാസമൊക്കെ പോയി. എത്ര വലിയ പ്രവാചകനായാലും ഇപ്പോൾ സഹനങ്ങൾ വരുമ്പോൾ വിശ്വാസം പോകും. പിന്നെ നമ്മുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ മനുഷ്യർക്ക് സംശയം ഉണ്ടാവും. യോഹന്നാന് സംശയം ഉണ്ടായി. ഇത്രയും വലിയ ആകാൻ യോഹന്നാൻ 11:3 എടുത്ത്. മത്തായി 11:3 വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ? എല്ലാം കളഞ്ഞു കുടിച്ച് വേറെ 0 പോയിന്റായി. ഞാൻ പറഞ്ഞു എണീമാപ്പും കളി പോലെ. യോഹന്നാൻ 99 വന്നിരിക്കുകയായിരുന്നു, 98 വന്നിരിക്കുകയായിരുന്നു. ചുമ്മാ ഒരു ജയിലിൽ കൊണ്ട് ഇട്ടപ്പോൾ ഒരു പാമ്പ് കൊത്തി കൊണ്ടുവന്ന് പുള്ളി 2 വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ യേശുവിനെ പോലും പുള്ളിക്ക് സംശയമാണ്. ഇത് 2 പേരെ പറഞ്ഞു വിട്ടിരിക്കണം ജയിലിൽ. എന്താ ചോദിച്ചിരിക്കണത്? വരാതിരിക്കുന്ന നീ തന്നെയാണോ? അതെ,
അപ്പോൾ യേശു എന്തൊരു ക്ഷമയാണ്, ഞാനാണ് യേശു എന്നിട്ട് പറയുന്നേക്കാം. അപ്പോൾ അങ്ങനെ വിശ്വാസം ഇല്ലാത്തവരോട് ഇനി സംസാരിക്കേണ്ട കാര്യമില്ല. പിന്നെ അവൻ എന്താണ് ഇത്രയും നാൾ പറഞ്ഞത്, ഇത്രയും എന്തെല്ലാം കാര്യങ്ങളാണ് അവൻ പറഞ്ഞുകൊണ്ട് നടന്നത്. ഇപ്പോൾ പടഞ്ചാഞ്ഞ് എങ്ങനെയാണ്? അപ്പോൾ അവൻ നീലക്കുറുക്കനായിരുന്നാ? കരച്ചായത്ത് വീണ് കൃഷ്ണനായിട്ടിരുന്ന പാർട്ടിയാണാ? ഇപ്പോൾ സകനം വന്നപ്പോൾ എല്ലാം മറന്നു പോയാ എന്ന് ഞാൻ ചോദിച്ചേനാ. പക്ഷേ ഈശോ ചോദിക്കത്തില്ല. ഈശോ എന്താ പറയണത്? ഈശോ ദൈവികമായ ക്ഷമയും സൗമ്യതയും കൊണ്ട് പറഞ്ഞു, നിങ്ങൾ കാണുന്നത് പോയി യോഹന്നാൻ അറിയിക്കുക, നിങ്ങൾ കേൾക്കുന്നത് പോയി യോഹന്നാൻ അറിയിക്കുക. എന്താണ്? സാക്ഷ്യം പറയാൻ പറഞ്ഞിരിക്കുകയാണ്. അന്തർ കാണുന്നു, ചിലർ കേൾക്കുന്നു. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ കൃപാസനം പത്രം കൊടുക്കുമ്പോഴും നിങ്ങൾ വായ്മൊഴിയായിട്ട് കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോഴും നിങ്ങൾ സംശയമുള്ളവർക്ക് സുവിശേഷം കൊടുക്കുകയാണ്. സംശയമുള്ളവർക്കെതിരെ സുവിശേഷമായി അവന് ബോധ്യമായി വിശ്വാസമായി ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കൈയ്യടിച്ച് കർത്താവിനെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.